ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് നോക്കാവേ. സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അല്ലെങ്കിൽ നമ്മൾ എഴുതും d/dx ഓഫ് എക്സ് ഈസ് 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അതുപോലെ d/dx ഓഫ് കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ d/dx ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് n(x)n-1 ആണ്. അതായത് x(n) ഫോം, എക്സ് പവർ സംതിങ് എന്നുള്ള ഫോമിലാണെങ്കിൽ പവർ x((-1) എന്നായിരിക്കും. അതായത് ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x³ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പവർ 3 അപ്പോൾ 3x((1) 2 ആയിരിക്കും. ഇപ്പോൾ d/dx ഓഫ് x(4) എന്ന് പറയുന്നത് 4x(3) ആയിരിക്കും. ആ രീതിയിൽ. പിന്നെ വരുന്നത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈ നെഗറ്റീവ് പവേഴ്സ് വരുമ്പോഴും ചെയ്യാൻ പറ്റും. d/dx ഓഫ് ഇപ്പോൾ x(-3) കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പവർ -3 അപ്പം -3 x((1) -3x(-4) എന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നെഗറ്റീവ് പവേഴ്സ് വരുന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ വരുന്നത് ഞാൻ d/dx എഴുതുന്നില്ല. sin xൻ്റെ ഡെറിവേറ്റീവ് cos xൻ്റെ ഡെറിവേറ്റീവ് -sin x. പിന്നെ വരുന്നത് ടാനും കോട്ടും. tan xൻ്റെ ഡെറിവേറ്റീവ് sec²x. എപ്പോഴും ടാനും സീ കൂടെ പെയറായിട്ടാണ് വരാറ്. cot xൻ്റെ ഡെറിവേറ്റീവ് cosec²x. കോട്ടും കൊസീക്കും ആണ് എപ്പോഴും ഒരുമിച്ച് വരാറ്. പിന്നെ cosec xൻ്റെ ഡെറിവേറ്റീവ് sec xൻ്റെ ഡെറിവേറ്റീവ് sec(x) tan x ആയിരിക്കും. മൈനസ് ഉണ്ട് ഇവിടെ. cosec xൻ്റെ ഡെറിവേറ്റീവ് -cosec x cot x. ഇതാണ് ട്രിഗ്നോമെട്രിക് 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ്റെ കോസിൻ്റെ മൈനസ് സൈന്. ഇത് ഓപ്പോസിറ്റ് പോലെ വരും. പിന്നെ ടാനും സീക്കും ആണ് എപ്പോഴും ഒരുമിച്ച് വരാറ്. ഇവിടെ ആണെങ്കിലും കണ്ടോ, സീക്കും ടാനോടാണ് ഒരുമിച്ച് വരാറ്. കൊസീക്കും കോട്ടോടാണ് ഒരുമിച്ച് വരാറ്. ഇനി ഇതിനകത്ത് ഇത് കോ ഫങ്ഷൻസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ട് വരും. ഇവിടെ വരുന്നതും സ്ക്വയറിലുള്ള 2 ആൻസേഴ്സാണ്. ഇവിടെ വരുമ്പോൾ ഇച്ചിരി നീളമുള്ള ആൻസറാണ്. അങ്ങനെ ഓർത്തോർത്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻസ് വരുന്നത്. പിന്നെ സി വെച്ചിട്ടുള്ള എല്ലാവർക്കും മൈനസോടെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഡെറിവേറ്റീവ്സ്. ഇനി ഇതിനകത്ത് 4 റൂൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ f(x) d/dx ഓഫ് f(x) + g(x). അതായത് 2 ഫങ്ഷൻസ് ഉണ്ട്. ആ 2 ഫങ്ഷൻസിൻ്റെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫങ്ഷൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതങ്ങ് ആഡ് ചെയ്താൽ മതി. അതായത് ഇപ്പം d/dx ഓഫ് x² + x³. ഇനിയും വേറെ ഉണ്ട് ഡെറിവേറ്റീവ് ഓഫ് e(x)ൻ്റെ ഡെറിവേറ്റീവ് e(x) തന്നെ. അതുപോലെ log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെറിവേറ്റീവ്സ് വരുന്നത്. ഇപ്പം x² + x³ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് ഓഫ് 2 ഫംഗ്ഷൻ്റെ സം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ x² ഡെറിവേറ്റീവ് നമുക്കറിയാം 2x(1) ആണ്. പ്ലസ് x³ ഡെറിവേറ്റീവ് 3x². അപ്പം സമ്മായിട്ട് വരുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഡിഫറൻസ് വരുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. d/dx ഓഫ് f(x) - g(x) ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് f(x) - d/dx ഓഫ് g(x). ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ d/dx ഓഫ് x² - e(x)ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം x²ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പം 2x(1) ആണല്ലോ, പവർ x⁻⁻1 മൈനസ് e(x)ൻ്റെ ഡെറിവേറ്റീവ് e(x) തന്നെ, e(x). അപ്പോൾ സമ്മും പ്രോഡക്റ്റും ഈ രീതിയിലാണ്. സ്പ്ലിറ്റ് ചെയ്ത ഡെറിവേറ്റീവ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇനിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഡക്റ്റ് വരുമ്പോൾ
രണ്ട് ഫങ്ഷൻസ് പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പം നമ്മൾ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇപ്പം രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. യു ബൈ വി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതുവാണ്. യു ബൈ വി ആണെങ്കിൽ യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സും വി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സുമാണ്. ഇപ്പോൾ യു ബൈ വി ആണെങ്കിൽ യു വി ആണെങ്കിൽ പ്രോഡക്റ്റ് അല്ലേ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആണ് യു, ജി ഓഫ് എക്സ് ആണ് വി. അപ്പോൾ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവിനെ ഡാഷ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, രണ്ടാമത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പ്ലസ് പിന്നെ രണ്ടാമത്തെ എഴുതുക, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, തിരിച്ച്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഇത് ഡിവിഷനായിട്ടാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി, ഇത് എഫ് ഓഫ് എക്സ്, ഇത് ജി ഓഫ് എക്സും. യു ബൈ വി ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, മാറി മാറി വരണമല്ലോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഇവിടെ മൈനസാണ് വരുന്നത്. ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിന് രണ്ടിനും ഓരോ എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ വേണം. പ്രോഡക്റ്റ് റൂൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് റൂൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും ഇ റേസ് ടു എക്സ് സ്ക്വയർ സെക്കൻഡ് ഫംഗ്ഷനാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x റേസ് ടു 1 ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇതൊരു ടേം മൾട്ടിപ്ലിക്കേഷനിൽ, ഇതൊരു ടേം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതുമ്പോൾ 2 ഇ റേസ് ടു എക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇനിയും ഒരെണ്ണോടെ കാണിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് കോസ് എക്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പം എക്സ് ക്യൂബാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, കോസ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഈ എക്സ് ക്യൂബ് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4 ഇവരൊക്കെ വന്നാൽ ഓരോ ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെ ഓരോ ഫംഗ്ഷൻസ് ആണ്, സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആണ്. സൈനോ കോസ് ടാനോ കോട്ട സീക്ക്. അപ്പോൾ അവരെ രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആണെങ്കിലും എക്സ് ക്യൂബും കോസ് എക്സും വരുമ്പം രണ്ട് ഫംഗ്ഷൻസ്, നമ്മൾ ഡെറിവേറ്റീവ്സ് ആകെ പഠിച്ചിട്ടുള്ള ഇത്രയും പേരുടെ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇവർ രണ്ടുപേരുമാണ് രണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ എക്സ്, അതൊരു ടേം, പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x സ്ക്വയറാണ്, അതടുത്ത ടേം ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് സൈൻ എക്സ് പ്ലസ് 3 കോസ് എക്സ് എക്സ് സ്ക്വയർ, അല്ലെ 3x സ്ക്വയർ കോസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നത്, പ്രോഡക്റ്റായിട്ട് വരുമ്പം. ഇനി നമുക്കിതിൻ്റെ കോഷ്യൻ റൂളോട് ഒന്ന് നോക്കാം. കോഷ്യൻ റൂൾ വരുമ്പം ഇനി ഈ സെയിം ഫങ്ഷൻസിൽ തന്നെയാണ് ഇപ്പോൾ കോഷ്യൻ റൂൾ കാണിക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ മാറി മാറി വരും. ആൾ എടുത്താൽ പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, പിന്നെ സെക്കൻഡ് എടുത്താൽ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് തന്നെ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x റേസ് ടു 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എക്സ് റേസ് ടു 4 ആവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2x ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 എന്ന് വരും. ഇതാണ് ഡെറിവേറ്റീവ്. ഇനിയും
ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് കോസ് എക്സ് ആണെങ്കിലോ എക്സ് ക്യൂബ് ബൈ കോസ് എക്സ് ആണെങ്കിലോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഡിനോമിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ്റെ സ്ക്വയർ. എപ്പോഴും ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറാണ് താഴെ വരുന്നത്. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറാണ് താഴെ വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സിൻ്റെ സ്ക്വയറിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഇത് നീറ്റായിട്ട് അങ്ങ് എഴുതിയാൽ മതി. നീറ്റായിട്ട് എഴുതുമ്പം 3x സ്ക്വയർ കോസ് എക്സ് മൈനസ് മൈനസോടെ പ്ലസ് ആകുമ്പം എക്സ് ക്യൂബ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇതാണ് ബേസിക്കായിട്ട് ഈ റൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 1. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ അകത്ത് പ്ലസ് ഇട്ടിട്ട് രണ്ട് ഫംഗ്ഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ഇങ്ങനെ വരുന്നത്. ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറയുന്നത്, ഇനി ഇവിടെ ഡെറിവേറ്റീവ് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം വിട്ടുപോയി. ഡി ബൈ ഡി എക്സ് ഓഫ് സം ഇവിടെ റൂള് പറഞ്ഞപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇപ്പം 2, 3, 4 അല്ലെങ്കിൽ എ ബി സി പോലത്തെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഒന്നും ഇല്ലാതെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് 0 അത് നോക്കണ്ട. ഇത് കോൺസ്റ്റൻറ്റ് മാത്രമായിട്ടാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. എക്സ് റൈസ് ടു 1 എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ കൂടെ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വരുമ്പോൾ 2നെ പുറത്തേക്ക് എടുത്തിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഇത് ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്കറിയാം. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 0 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 2 ഇത് 0 അപ്പോൾ 2 വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ഇവിടെ 3 സമ്മായിട്ടാണ് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 2x ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3x സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2. ഇത് പ്ലസ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരിക. ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 പുറത്തേക്ക് വരും. എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. ഇൻറ്റു 3, കാരണം ഇവർ ഒറ്റ ടേം എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലാണല്ലോ അവർ ബോണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് ഡെറിവേറ്റീവ് വരുന്നത്. 3x സ്ക്വയർ വരും പ്ലസ് ഇത് 3 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് പോയിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x റേസ് ടു 1 വരും പ്ലസ് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണ്, ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 0 ആയ. അപ്പം 0 പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അങ്ങനെ കിട്ടേക്കാം. ഇനിയും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ 2 tan x മൈനസ് 7 sec x ആണെങ്കിൽ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഡെറിവേറ്റീവ് ഓഫ് 2 tan x മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 7 sec x. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് 2 ആണ്. 2 പുറത്തേക്ക് വരും. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x ആണ്. അപ്പോൾ tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x വരും മൈനസ് 7 കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് വന്നിട്ട് sec എക്സിൻ്റെ ഡെറിവേറ്റീവ് sec x tan x ഇങ്ങനെ വരും. ഇത്രയുള്ളൂ ഇതിൻ്റെ ആൻസർ. ഇനിയും വേറെ ക്വസ്റ്റ്യൻ ആണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x ക്യൂബ് പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നമ്മളിത് ഇപ്പോൾ പ്രോഡക്റ്റാണ്, നമ്മൾ പ്രോഡക്റ്റ് റൂളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രോഡക്റ്റ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
പക്ഷേ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്, അത്രയും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5x³ × x 5x⁴ മൈനസ് 5x³ പിന്നെ ഇത് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3x² മൈനസ് 3x പിന്നെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x + 1 എന്ന് വരും. ഇനിയും f' എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. നമ്മളിവിടെ 3 ടേം വന്നപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചില്ലേ? അത് പറയുന്ന പോലെ ഇവിടെ 5 ടേംസ് ഉണ്ട്. 6 ടേംസ്. അപ്പം 6 ടേംസിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം 5 കോൺസ്റ്റൻറ്റ് x⁴ ഡെറിവേറ്റീവ് 4x³ മൈനസ് 5 കോൺസ്റ്റൻറ്റ് ഇൻറ്റു 3x² പ്ലസ് 3 കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2x⁴ മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 0 is equal to 20x³ മൈനസ് 15x² പ്ലസ് 6x മൈനസ് 3 മൈനസ് 3x മൈനസ് 1 മൈനസ് 3x മൈനസ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ -4x എന്ന് എഴുതി ചെയ്യാമായിരുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല. -3 -1 -4 ഇവിടെ കിട്ടിക്കോളും. അപ്പം ഇങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, നെഗറ്റീവ് പവർ വരുമ്പം ഇപ്പം x⁻⁻4 ഇൻറ്റു 3 - 4x⁻⁻5 ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് റൂളിലേക്കൊന്നും പോകേണ്ട, ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇൻറ്റു ഇത് 3x⁻⁻4 വരും മൈനസ് 4 ഇൻറ്റു ഇവിടെ ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എങ്ങനെ വരും? 4x⁻⁻4 x⁻�5 എന്ന് വരും. അപ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് പവർ ആഡ് ചെയ്യുക. -4 -5 -9 വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ടേം വൈസ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. d/dx f' is equal to d/dx of 3x⁻⁻4 minus d/dx of 4x⁻⁻9 which is equal to ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് 3 പുറത്തേക്ക് എടുക്കുക ഇൻറ്റു x⁻⁻4ൻ്റെ ഡെറിവേറ്റീവ് പവർ x⁻⁻1 മൈനസ് 4 കോൺസ്റ്റൻറ്റ് x⁻⁻9ൻ്റെ ഡെറിവേറ്റീവ് പവർ x⁻⁻1 is equal to -3 × 4 -12 x⁻⁻5 പിന്നെ ഈ മൈനസ് മനസ്സിലൂടെ പ്ലസ് ആവും. 9 4s are 36 x⁻⁻10 ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇനിയും വരുന്നൊരു ക്വസ്റ്റ്യൻ, പ്രോഡക്റ്റ് റൂൾ ശരിക്കും വരുന്നതാണ്. f(x) is equal to sin x cos x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? sin x cos x ആണെങ്കിൽ f' is equal to എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. അപ്പോൾ ഇൻറ്റു മൈനസ് sin x പ്ലസ് cos x ഇൻറ്റു sin xൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos x is equal to മൈനസ് sin² x പ്ലസ് cos² x ഇങ്ങനെ വരും. അല്ലെങ്കിൽ cos² x മൈനസ് sin² x എന്ന് കിട്ടും. വേണമെങ്കിൽ അതിനെ cos 2x എന്നൊക്കെ എഴുതാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്രൂവ് ദാറ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് f(x) is equal to ഓക്കെ ഇതിനകത്തിനെയും കോഷ്യൻ റൂൾ വെച്ചിട്ടുള്ള ഒന്നുകൂടെ ചെയ്യാനായിട്ട്. ഇനിയിപ്പം ഇപ്പോൾ ഇത് കുറച്ച് ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നോക്കാം. f(x) is equal to x² + 1/x + 1.
ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇത് ഇതൊരു ന്യൂമറേറ്റർ ഫംഗ്ഷനും ഇത് ഡിനോമിനേറ്റർ ഫംഗ്ഷനും കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ്റ് റൂൾ എന്താ പറയുന്നത്? കോഷ്യൻ്റ് റൂൾ പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇൻറ്റു കൊടുത്തിട്ട് വേണം അടുത്ത ഇത്രയും ആൾക്കാരുടെ ഡെറിവേറ്റീവ് ഈ ഇൻറ്റുവിൻ്റെ അകത്ത് വേണം നമ്മൾ ഇടാനായിട്ട്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x⁻1 ആണ്. പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്നറിയാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1 എന്താ? അടുത്ത ബ്രാക്കറ്റിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2x പ്ലസ് 0 2x തന്നെ. അപ്പോൾ 2x മാത്രം വരും. 2x ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ഇവിടെ 1 മാത്രമേ ഉള്ളൂ. 1 ഇൻറ്റു വരുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 വരും ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയാലും പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. ഇനിയും നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ഏതെങ്കിലും പ്രോബ്ലത്തിൻ്റെ അകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇത് പറഞ്ഞുതരാം.